ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി അങ്ങനെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറില്ല. അതുമാത്രമല്ല, ഇറാൻ ഇസ്രയേൽ യുദ്ധം കനത്തതോടെ അദ്ദേഹം ഒളിവിലാണ് എന്ന രീതിയിൽ പോലും വാർത്തകൾ വന്നു. ഹി ഹാസ് ഗോൺ അണ്ടർഗ്രൗണ്ട്. അദ്ദേഹം സുരക്ഷിതമായ ഒളിയിടത്ത് ഇരുന്നു കൊണ്ടാണ് ഇറാൻ്റെ ഭരണചക്രത്തെ നിയന്ത്രിക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുന്നത്. നോക്കൂ, അദ്ദേഹം സാധാരണ അയത്തുള്ളമാർ മുൻകാലങ്ങളിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും അതിനുശേഷം ജനത്തോടായി അവിടെ കൂടി വരുന്ന ആയിരക്കണക്കിന് ആൾക്കാരോടായി പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നൊരു പതിവുണ്ട്. ആ പതിവ് കഴിഞ്ഞ 5 വർഷമായി നടന്നിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം അത് നടന്നു. ഇന്നലെ വൈകിട്ട് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അയത്തുള്ള അലി ഖമേനി ഇറാൻ്റെ ജനതയോടും ലോകത്തോടുമായി നടത്തിയ ചില വാക്കുകൾ, ചില സംസാരം, അതിൻ്റെ പൊരുൾ തിരിച്ചെടുക്കുകയാണിവിടെ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അമേരിക്കയെ പേപ്പട്ടി എന്ന് വിളിക്കുന്നു, ഇസ്രയേലിനെ രക്തരക്ഷസ് എന്ന് വിളിക്കുന്നു. തങ്ങളിപ്പോൾ ഇസ്രയേലിനെ ആക്രമിച്ചത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2, 2 പ്രോമിസുകളാണ്. ആദ്യ പ്രോമിസ് ഏപ്രിൽ മാസം അദ്ദേഹം നടപ്പിലാക്കി. 100ലധികം മിസൈലുകൾ അയച്ചു. കാര്യമായ നാശനഷ്ടങ്ങളുണ്ടായില്ല. ഇപ്പോഴിതാ ഒക്ടോബർ 1 രാത്രിയിൽ വീണ്ടും ഒരു 182 മിസൈലുകൾ ഇസ്രയേലിനെതിരെ അയച്ചു. അവിടെയും നാശനഷ്ടങ്ങളുടെ കണക്ക് വ്യക്തമല്ല. എന്നാൽ ഇപ്രാവശ്യത്തെ ആക്രമണം കുറച്ചുകൂടി മൂർച്ചയേറിയതായിരുന്നു എന്ന് നിഷ്പക്ഷമായി നോക്കുമ്പോൾ സമ്മതിക്കേണ്ടി വരും. ഇസ്രയേലിൽ ആൾനാശമുണ്ടായില്ല. ആകപ്പാടെ പലസ്തീൻ പ്രദേശത്ത് മാത്രമാണ് അതും ഒരു വെസ്റ്റ് ബാങ്ക് മേഖലയിൽ ഒരു പലസ്തീൻകാരൻ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത. അപ്പം ആൾനാശമില്ല എങ്കിലും ഇറാൻ്റെ പ്രഹരശേഷിയുടെ ഒരു ഡെമോൺസ്ട്രേഷൻ അവിടെ നടന്നു. അതേക്കുറിച്ച് അയത്തുള്ള അലി ഖമേനി പറയുന്നത്, ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ഞങ്ങളുടെ ഏറ്റവും പരിമിതമായ ഒരാക്രമണം ലോ സ്കെയിൽ, ലിമിറ്റഡ് സ്കെയിലാണ്. ഇതിനേക്കാൾ വലുത് വരാനിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ കൂടുതൽ പ്രകോപിപ്പിക്കരുത്, ഇങ്ങോട്ട് അഭ്യാസം വേണ്ട എന്ന രീതിയിൽ ഇസ്രയേലിനെതിരെ ശക്തമായ താക്കീത് നൽകുന്ന അയത്തുള്ള അലി ഖമേനിയെ കണ്ടു. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചു. അത് കുറച്ച് ആഴത്തിൽ വിശകലനം ചെയ്യേണ്ട കാര്യമാണ്. അതായത് അറബ് ഇസ്ലാമിക ലോകം ഈ യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കരുത്. ഈ പോരാട്ടത്തിൽ ഞങ്ങൾക്കൊരു കൈ സഹായം ചെയ്യണം. ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താൻ ലോകത്താകമാനമുള്ള എല്ലാ ഇസ്ലാമിക ജനസമൂഹങ്ങളും രാജ്യങ്ങളും ഒന്നിക്കണം എന്ന ഒരു ആഹ്വാനമാണ്, ഒരു ക്ലാരിയൻ കോളാണ്. അതാണ് അയത്തുള്ള അലി ഖമേനി നൽകിയിരിക്കുന്നത്. പറയുമ്പോൾ എളുപ്പമാണ്. അങ്ങനെ ഒന്നുണ്ടോ? ഇസ്രയേലിനെതിരെ ഇറാൻ തന്നെ മുൻകാലങ്ങളിൽ എന്താണ് ചെയ്തിരുന്നത്? 1979 മുതൽ ഏതാണ്ട് കൺസിസ്റ്റൻ്റായി ആൻറ്റി ഇസ്രയേൽ ഒരു സെൻറ്റിമെൻറ്റ് ഇറാനിലുണ്ട്. ആ നിലപാടുകളും അങ്ങനെയാണ്. ആൻറ്റി അമേരിക്കൻ, ആൻറ്റി സയനിസ്റ്റ് ആറ്റിറ്റ്യൂഡ്. എന്നാൽ ഇറാൻ ഇറാഖ് യുദ്ധം 80 മുതൽ 88 വരെ നീണ്ടുനിന്ന സദ്ദാം ഹുസൈൻ്റെ ഇറാഖും ഇറാനുമായി നടന്ന ഒരു ദശാബ്ദത്തോളം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്രയേലിൻ്റെ സഹായം വാങ്ങാൻ ഇറാൻ മടിച്ചില്ലല്ലോ. അന്ന് ഇറാഖ് എന്ന അറബ് രാജ്യത്തിനെതിരായിരുന്നു ഇസ്രയേൽ. അതുകൊണ്ട് ഇറാനെ സഹായിച്ചു. അതൊക്കെ മുമ്പ് എന്താണ്? ഷായുടെ കാലത്തെ വളരെ ഊഷ്മളമായ ബന്ധമാണ്. ആദ്യം തന്നെ 7 അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ ഇസ്രയേൽ രൂപീകരിച്ച 48-ൽ യുദ്ധം ചെയ്തപ്പോൾ അവിടെ ഇറാൻ മാറി നിന്നല്ലോ. ഇറാൻ അറബ് രാജ്യമല്ല, അയൽ രാജ്യവുമല്ല, മാറി നിന്നു. അത് മാത്രമല്ല, അതിനുശേഷം വളരെ ഊഷ്മളമായ രീതിയിൽ ഇറാൻ്റെ ആയുധവിന്യാസങ്ങൾ, ഇറാൻ്റെ സൈനിക അഭ്യാസം, അതിനൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ പോലും ഇസ്രയേൽ ഉപയോഗിച്ചു. പരസ്പരം നേടുന്ന ഇൻ്റലിജൻസ് ഇൻപുട്ടുകൾ വരെ കൈമാറാൻ ഇറാനും ഇസ്രയേലും തമ്മിൽ ധാരണയുണ്ടായിരുന്നു. ഇറാൻ മാത്രമല്ല, ഇപ്പോൾ ഇസ്രയേലിനെ ശക്തമായി വിമർശിക്കുന്ന ടർക്കിയും അന്ന് ഇസ്രയേലിനോട് സന്ധി ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇവരൊക്കെ തമ്മിൽ ഒരു സഖ്യമുണ്ടായിരുന്നു. അറബ് ലോകം പക്ഷേ മറുപക്ഷത്തായിരുന്നു. കട്ട ഇസ്രായേൽ വിരുദ്ധതയുണ്ടായിരുന്നു. അവർ തമ്മിൽ പടലപ്പടക്കങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രയേലിനെ അവർക്ക് പരാജയപ്പെടുത്താൻ കഴിയാതെ പോയത്. പക്ഷേ ഇറാൻ ഇപ്പോൾ വമ്പ് പറയുമ്പോൾ ഓർക്കണം, ഇറാൻ്റെ നിലപാട് എക്കാലത്തും ഇസ്രയേൽ വിരുദ്ധമായിരുന്നില്ല എന്നതുകൂടി ചേർത്ത് വേണം വായിക്കാൻ. ഇപ്പോൾ പറയുന്നു, അങ്ങനെ അറബി എന്നോ നോൺ അറബി എന്നോ ഇല്ല, സമസ്ത ഇസ്ലാമിക ജനവിഭാഗങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും ലോകത്തെമ്പാടുമുള്ള, അതിൽ ഇന്തോനേഷ്യ വരും, മാറിക്കിടക്കുന്ന രാജ്യം വരും, മലേഷ്യ വരും, അങ്ങനെ പാകിസ്ഥാൻ വരും,
വളരെ ദൂരെ കിടക്കുന്ന നൈജീരിയ വരും ആഫ്രിക്കയിൽ. ഇങ്ങനെ ആഫ്രിക്കയിലും ഏഷ്യയിലുമായി ചിതറിക്കിടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു മുന്നണി ഉണ്ടാവണം ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ. അപ്പോൾ ഇതൊരു ആഹ്വാനമാണ്. അപ്പോൾ ഈ യുദ്ധത്തെ ലോക്കലൈസ് ചെയ്ത് നിർത്താനായി പെടാപ്പാട് പെടുന്ന ഈ ലോകം സമാധാനത്തിന് വേണ്ടി കാംക്ഷിക്കുകയും പെടാപ്പാട് പെടുകയും ചെയ്യുമ്പോൾ അയത്തുള്ള അലി ഖമനിയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ പ്രസ്റ്റീജ് നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. തെറ്റ് പറയാനാവില്ല. ഒരു കാര്യം കൂടി ഇറാൻ ചെയ്തു. എന്താണ്? ഇറാൻ ഒരു വശത്ത് യുദ്ധകാഹളം മുഴക്കുന്നു, ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കും, ഇപ്പോൾ ഇസ്രായേൽ ഒരു മറുപടി തന്നേക്കാം, അതിനെതിരെ വീണ്ടും ആക്രമിക്കും എന്നെല്ലാം പറയുന്നു. അതൊരു വശം. മറുവശത്ത് ഇറാൻ സ്വല്പം ഭയപ്പാടിലും കൂടിയാണ്. ഇറാനെ ഒരു നയതന്ത്ര റൂട്ട് കൂടി സമാന്തരമായി തുറന്നു. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ സംഭവിച്ച ചില നയതന്ത്ര നീക്കങ്ങളും കൂടി പറയാതെ പോയാൽ ഇറാൻ്റെ നിലപാട് പൂർണ്ണമാവില്ല. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഖത്തർ സന്ദർശിച്ചു. നമുക്കറിയാമല്ലോ, ഖത്തർ എന്ന രാജ്യം ചെറിയ ഒരു അറബി രാജ്യമാണ്. അത് പേർഷ്യൻ ഗൾഫ് രാജ്യമാണ്. ഇറാനോട് അടുത്ത് കിടക്കുന്ന രാജ്യവുമാണ്. ഇറാൻ്റെ ആ പേർഷ്യൻ കടലിലേക്ക് കടന്നിപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ, തെക്ക് വന്നാൽ പിന്നെ ഖത്തറും ഒക്കെയാണ്, സൗദിയും ഖത്തറും ഒക്കെയാണ്. അപ്പോൾ ഈ ഖത്തർ പലപ്പോഴും പല വള്ളത്തിൽ കാലി ചവിട്ടി നിൽക്കുന്ന രാജ്യമാണ്. ഖത്തറിന് ആരോടെങ്കിലും ഒരു ഐക്യദാർഢ്യമുണ്ട് എന്ന് കരുതാനാവില്ല. അവർക്ക് അവരുടെ ബിസിനസ് കാര്യം എന്നേ ഉള്ളൂ. പക്ഷേ ഇസ്രായേലിനോടും സംസാരിക്കും, യുണൈറ്റഡ് സ്റ്റേറ്റ്സിനോടും സംസാരിക്കും, ചൈനയോടും സംസാരിക്കും, ഇറാനുമായും സൗഹൃദത്തിലാണ്. അങ്ങനെ എല്ലാ നയതന്ത്ര നീക്കങ്ങളും അനൗപചാരികമായ ഐക്യരാഷ്ട്രസംഘടനയുടെ കീഴിലുള്ളതല്ല, മറിച്ച് ആ പ്രദേശത്തെ നയതന്ത്ര നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് വർഷങ്ങളോളം അത് ഖത്തറാണ്. അത് ഖത്തറിൻ്റെ വ്യവസായ വാണിജ്യ താല്പര്യം കൂടിയാണ് എന്ന് കൂട്ടാം. ആരെയും പിണക്കാതിരിക്കുക, എന്നാൽ മധ്യസ്ഥത വഹിക്കുക, ഇതെല്ലാം. പക്ഷേ ആ മധ്യസ്ഥതയൊന്നും അറബി ഇസ്രായേലി അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ ഹമാസ് യുദ്ധത്തിലോ അല്ലെങ്കിൽ ഈ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടത്തിലോ ഈ ചർച്ചകൾ പോരാതെ വന്നു. അത് മറ്റൊരു കാര്യം. അത് ഇസ്രായേലിൻ്റെ നിശ്ചയദാർഢ്യവും അല്ലെങ്കിൽ ഈ ഹമാസ് ഹിസ്ബുള്ള പോരാളികളുടെ പോരാട്ട വീര്യവും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ സമാധാന നീക്കത്തിന് ക്ലച്ച് പിടിക്കാതെ വന്നു. പക്ഷേ ഇറാൻ ഇപ്പോൾ പറയുന്നു, ഖത്തറിലെത്തി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറയുന്നു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, അറബി മേഖലയിലെ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ അതാരൊക്കെയാണ്? അതൊന്ന് സൗദി അറേബ്യയാണ്. 2, അത് സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ ആ ഭാഗം മുഴുവൻ നീണ്ടത് ചെങ്കടൽ മേഖലയും പേർഷ്യൻ ഗൾഫ് മേഖലയും തമ്മിൽ രണ്ടിനെ കണക്ട് ചെയ്യുന്ന രാജ്യമാണ്, വലിയ രാജ്യമാണ്. ആ പെനിൻസുല മുഴുവൻ തന്നെ ഏതാണ്ട് സൗദി അറേബ്യയാണ്. അതുപോലെ ഒമാൻ, പിന്നെ ഖത്തർ തന്നെ, അതോടൊപ്പം നിൽക്കുന്ന രാജ്യമാണ് കുവൈത്ത്, പിന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബഹ്റിൻ. ഇവിടെ എല്ലാം ഉള്ള ജനതയോടായി നിങ്ങൾ പറയണം, ഖത്തർ ഇനിഷ്യേറ്റീവ് എടുക്കണം. ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ GCC രാജ്യങ്ങൾ, അതാണ് പേർഷ്യൻ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ. അതിൻ്റെ നേരെ വടക്ക് ഭാഗത്ത് പേർഷ്യൻ ഗൾഫിൻ്റെ വടക്ക് ഇറാനും തെക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളുമാണ്. നിങ്ങൾ നിഷ്പക്ഷത പാലിക്കണം, ഒക്കുമെങ്കിൽ ഞങ്ങളെ സഹായിക്കണം, അല്ല എങ്കിൽ നിഷ്പക്ഷത പാലിക്കണം, ഇസ്രായേലിനോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഇതൊരു അപേക്ഷയുടെ രൂപത്തിൽ നയതന്ത്ര നീക്കം കഴിഞ്ഞ ദിവസം നടന്നു. ഓർക്കണം, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഷിയ വിഭാഗങ്ങൾ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ നടത്തുന്ന നീക്കങ്ങളുടെ പിന്നിൽ ഇറാനാണ് എന്നതിൻ്റെ ചുരുക്ക് ബഹ്റൈനുണ്ട്. അതുപോലെ പല രാജ്യങ്ങൾക്കും ഷിയ മിലീഷ്യയുടെ പ്രവർത്തനം സുന്നി ഭൂരിപക്ഷ പ്രദേശത്ത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. യമനിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. യമനിലെ ഹൂതികൾ എന്ന് പറയുന്നത് ഷിയ വിഭാഗമാണ്, ട്രൈബൽ വിഭാഗമാണ്. അവർ നിരന്തരമായി സൗദി അറേബ്യ എന്ന വഹാബി സുന്നി രാജ്യത്തിനെതിരെ നടത്തുന്ന ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾ, എണ്ണപ്പാടത്തിന് നേരെ പോലും നടക്കുന്ന ആക്രമണങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കുന്ന അലോസരം മനസ്സിൽ വെച്ചിട്ട് അറബ് രാജ്യങ്ങൾ എങ്ങനെയാണ്, പ്രത്യേകിച്ചും പേർഷ്യൻ ഗൾഫ് മേഖലയിലെ അറബ് രാജ്യങ്ങൾ എങ്ങനെയാണ് ഇറാൻ്റെ വാക്ക് വിശ്വസിക്കുക? അത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ എല്ലാം മുസ്ലിം രാജ്യങ്ങളാണ്, എല്ലാം ആ മേഖലയിലെ രാജ്യങ്ങളാണ്, സൗഹൃദം വേണമെന്ന് പറയാം. പക്ഷേ ചരിത്രത്തിൽ ഒരുപാട് മുറിപ്പാടുകൾ ഈ രാജ്യങ്ങൾക്ക് നേരെ ഏൽപ്പിച്ച രാജ്യമാണ് ഇറാൻ എന്നോർക്കുമ്പോൾ എങ്ങനെയാണത് സാധ്യമാവുക? ഇതാണ് ഒരു നയതന്ത്ര നീക്കം. രണ്ടാമത്തെ നയതന്ത്ര നീക്കം ബെയ്റൂട്ടിലേക്കാണ്. യുദ്ധ കലുഷിതമായ ബെയ്റൂട്ടിലേക്ക് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറന്നിറങ്ങുകയാണ്. താൽക്കാലിക ചുമതലയുള്ള ലെബനനിലെ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുന്നു. അത് അത്ഭുതകരമായ കാര്യമാണ്. കാരണം പ്രത്യേകിച്ചും ഇസ്രായേൽ തല എണ്ണി വെച്ചിരിക്കുന്ന ആളുകളാണ്. ഇറാൻ്റെ എല്ലാ നേതാക്കളെയും അതുപോലെ ഹിസ്ബുള്ളയുടെ നേതാക്കളെയും എല്ലാം ഓരോന്നോരോന്ന് അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആ ചങ്കൂറ്റം സംബന്ധിച്ച് കൊടുക്കണം. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി യുദ്ധം നടക്കുന്ന ലെബനീസ് മണ്ണിലേക്ക് പറന്നിറങ്ങി അവിടെ
ഔപചാരികമായ ഒരു ചർച്ച നടത്തുകയാണ്. അവരുടെ ആവശ്യം എന്താണ്? ദയവായി നിങ്ങൾ ഹിസ്ബുള്ളയെ ഒറ്റപ്പെടുത്തരുത്. ഞങ്ങളുടെ സന്തതിയാണ്. ഇറാൻ ചെലവും ചോറും കൊടുത്ത് വളർത്തുന്ന സന്തതിയാണ്. നിങ്ങളുടെ മണ്ണിലാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. ശത്രുവായ ഇസ്രായേലിനെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഇസ്രായേലിനോട് ശത്രുതയൊന്നുമില്ല, ലെബനന്. പക്ഷേ ഞങ്ങൾക്ക് ശത്രുതയുണ്ട്, ഹിസ്ബുള്ളയ്ക്ക് ശത്രുതയുണ്ട്. നിങ്ങളിപ്പം ഹിസ്ബുള്ളയെ ഒറ്റിക്കൊടുക്കരുത്. ഹിസ്ബുള്ളയെ തറയിൽ നിൽക്കാൻ അനുവദിക്കണം. കഴിഞ്ഞ ദിവസം ഇതേ പ്രധാനമന്ത്രി, താൽക്കാലിക പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞതെന്താ? അദ്ദേഹം സുന്നി വംശജനാണ്. നമുക്കറിയാമല്ലോ, ലെബനൻ്റെ ഒരു പവർ ഷെയറിംഗ് അനുസരിച്ച് പ്രസിഡൻറ്റ് മാരണൈറ്റ് ക്രിസ്ത്യൻ വിഭാഗക്കാരനും പ്രധാനമന്ത്രി സുന്നി വിഭാഗക്കാരനും ലെബനീസ് പാർലമെൻറ്റിൻ്റെ സ്പീക്കർ ഷിയ വിഭാഗക്കാരനുമാണ്. അപ്പോൾ സുന്നി വിഭാഗക്കാരനായ പ്രധാനമന്ത്രിയോട് ഷിയ വിഭാഗക്കാരനായ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു, നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, നിങ്ങൾ ഒന്നായി പോരാടണം, രണ്ടായി കാണരുത്. ഹിസ്ബുള്ള വേറെ, ലെബനൻ്റെ മറ്റ് വിഭാഗങ്ങൾ വേറെ എന്ന് കാണരുത്. നിങ്ങൾ ഹിസ്ബുള്ളയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലെബനൻ ഒന്നാകെ ഇസ്രായേലിനെതിരെ തിരിയണം. അത് ഞങ്ങളുടെ ആഗ്രഹമാണ്, അഭ്യർത്ഥനയാണ്. ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ നിങ്ങൾ തൊട്ട് അയൽ രാജ്യമായ സിറിയയും തയ്യാറാകും. അങ്ങനെ ഒരു ഉറപ്പാണ്. അപ്പോൾ ഈ ട്രൂ പ്രോമിസ് എന്ന് പറയുന്നത് മിസൈൽ ആക്രമണം മാത്രമല്ല, ഏപ്രിലും ഒക്ടോബർ 1 നടന്ന മിസൈൽ ആക്രമണങ്ങൾ മാത്രമല്ല, ഈ പലസ്തീൻ കോസിനോടും ഹിസ്ബുള്ള കോസിനോടുമുള്ള ഐക്യദാർഢ്യം അത് ഈ രൂപത്തിലുമാണ്. അപ്പം നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്ന ഇറാൻ്റെ നേതൃത്വത്തെ നമ്മൾ കാണുന്നു. ഒരു വശത്തെ കൊലവിളി നടത്തുന്നു, മറുവശത്തെ നയതന്ത്ര നീക്കം നടത്തുന്നു. അതുകൊണ്ട് ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അവർക്കറിയാം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലോ ദിവസങ്ങൾക്കുള്ളിലോ പ്രത്യാക്രമണം അവർ പ്രതീക്ഷിക്കുന്നു. കാരണം 182 മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ പോലൊരു രാജ്യത്തിനെതിരെ തൊടുത്തു വിട്ടതിന് ശേഷം അവിടുന്ന് തിരിച്ചടിയൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരിക്കാൻ തക്ക ഒരു മൗഢ്യം ഇറാൻ്റെ നേതൃത്വത്തിനില്ല എന്നതുകൊണ്ടാണ് അയത്തുള്ള അലി ഖമനേയി രംഗത്ത് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇറാൻ്റെ കാതുകൾക്ക് ഇമ്പമേകുന്ന മറ്റൊരു കാര്യം കൂടി ഇവിടെ സംഭവിക്കുന്നു. ആ മേഖലയ്ക്ക് തൊട്ട് കിഴക്കുള്ള അഫ്ഗാനിസ്ഥാനിലെ ഇപ്പോഴത്തെ ഭരണകൂടം, താലിബാൻ ഭരണകൂടം, അമേരിക്ക ഇട്ടെറിഞ്ഞു പോയല്ലോ. അപ്പോൾ താലിബാൻ വീണ്ടും ഭരണത്തിലെത്തിയിരിക്കുന്നു. ആ താലിബാൻ ഭരണകൂടത്തെ ഇപ്പോൾ റഷ്യ വളരെ സ്നേഹവായ്പോടുകൂടി കാണുന്നു. അപ്പോൾ താലിബാൻ്റെ ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റസിനെ മാറ്റി റഷ്യ അവരെ കൂടുതലായി അംഗീകരിക്കുന്നു എന്ന് വൈകി വരുന്ന റിപ്പോർട്ടുകളാണ്. അങ്ങനെ വരുമ്പോൾ ഇസ്ലാമിക ലോകത്തിന് ജനറലായി അവർ ഷിയ വിഭാഗക്കാരോ താലിബാൻ ഷിയ വിഭാഗക്കാരോ അങ്ങനെയൊന്നുമല്ല, അവർക്ക് ഈ കാര്യത്തിൽ വലിയ താല്പര്യമുണ്ടാവില്ല. പക്ഷേ റഷ്യ എന്ന വലിയേട്ടൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തനായ ഒരു കൂട്ടാളിയാണ്. വേണ്ടി വന്നാൽ തങ്ങളെ രക്ഷിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ശക്തനാണ്. അങ്ങനെയുള്ള രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളോട് കൂടുതൽ അടുത്ത് വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില തീവ്ര ഗ്രൂപ്പുകളോട് സന്ധി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുടെ ചെറുനാമ്പുകൾ അവിടെ മുളയ്ക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള നയതന്ത്ര നീക്കം കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇറാനുമായി ബന്ധപ്പെട്ട് വന്ന നയതന്ത്ര നീക്കങ്ങളും പ്രഖ്യാപനങ്ങളും എല്ലാം പ്രേക്ഷകരോട് പങ്കുവെക്കാൻ വേണ്ടിയായിരുന്നു ഈ വീഡിയോ.